എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സോഫകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുള്ളൊരു ടെക്നിക്കാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ കുഷ്യനൊക്കെ ഉള്ള സോഫയും അതുപോലെ ദിവാൻ കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ഇളക്കി മാറ്റാവുന്ന കുഷ്യനുള്ള സോഫകളൊക്കെ ആണെങ്കിൽ ആ കുഷ്യനൊക്കെ എടുത്ത് പുറത്ത് വെയിൽ കൊള്ളിക്കാനൊക്കെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് തട്ടി പൊടിയൊക്കെ കളയാറുണ്ട്. പക്ഷേ ഇത് വൃത്തിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സോഫ ക്ലീൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ. അപ്പോൾ ഞാൻ സോഫ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോഫയും സെറ്റിയും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സോഫ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ലിൻഡ് റോളറാണ്. ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാം. ഇപ്പോൾ ഞാൻ സ്കോച്ച് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ സോഫ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ലിൻഡ് റോളർ നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ സോഫയിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ നല്ല പോലെ ക്ലീനായി കിട്ടും. സോഫയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീനായി പോരും. അപ്പോൾ അതിലെന്തെങ്കിലും ലിൻറ്റിൻ്റെ അംശം അല്ലെങ്കിൽ പൊടി, മുടികൾ അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ, ആ സോഫയിലുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും. അതൊക്കെ ഈ സോഫയിലുള്ള അഴുക്കുകളെല്ലാം തന്നെ നമ്മുടെ ലിൻഡ് റോളറിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സോഫയിലുള്ള അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് സൈഡുകൾ ഇങ്ങനെ റോളായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സോഫ, ദിവാൻ കോട്ട് അതുപോലെ കർട്ടനുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. കട്ടിയുള്ള കർട്ടനുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഊരി അലക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ലിൻഡ് റോളർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ദാ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ഷീറ്റിൽ അത്യാവശ്യം നല്ല പൊടിയും അഴുക്കും മുടിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഊരി മാറ്റാം. അതായത് ആ ഒരു ഷീറ്റ് നമുക്ക് കീറി കളഞ്ഞാൽ ഫ്രഷ് ആയിട്ടൊരു ഷീറ്റ് കിട്ടും. അതുപയോഗിച്ച് നമുക്ക് വീണ്ടും ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ആ ലിൻറ്റും അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഷീറ്റ് കീറിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലിൻഡ് റോളറിൽ ഒരു തരത്തിലുള്ള പശയുണ്ട്. ആ പശയാണ് നമുക്ക് ഈ അഴുക്കുകളൊക്കെ കളയാനായിട്ട് സഹായിക്കുന്നത്. ആ പശയിൽ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഒട്ടിപ്പിടിക്കും. അതുപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പശ പോകുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും പശ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ പശ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഷീറ്റ് കീറിയിട്ട് അതെടുത്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ സോഫയും സെറ്റിയും അതുപോലെ കർട്ടനുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.